കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ജീവിത ശൈലിയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും ഈ അമ്പ് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലാ യോഗങ്ങൾ പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ യോഗങ്ങളിലെ വിമർശനം കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച മുഖ്യമന്ത്രി മുതലുള്ള എല്ലാവർക്കും വിമർശനം നേരിട്ടിട്ടുണ്ട്. എങ്ങനെയുള്ള പെരുമാറ്റമാണ്, മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് എന്ന് തുറന്നടിക്കാൻ ഇപ്പോൾ അംഗങ്ങൾക്ക് ഭയമില്ലാതായിരിക്കുകയാണ്. അതായത് ഇതുവരെ വിമർശിക്കാതെ പലതും പതുക്കെ പറഞ്ഞും മറ്റിടങ്ങളിൽ പറഞ്ഞും അങ്ങനെയൊക്കെ അമർഷം കടിച്ചമർത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ അത് യോഗങ്ങളിൽ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് CPIM-നുള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് നേരിട്ട തിരിച്ചടി. അത് കേരളത്തിൽ സംഭവിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളതും ഒരു മാറ്റത്തിന്റെ തുടക്കമായി വേണം നമ്മൾ കാണാൻ. ഇത് കൂരമ്പുകളാണ് എന്നുള്ളതല്ല, വിമർശനമാണ്, കൃത്യമായ വിമർശനമാണ്. ആ വിമർശനത്തിൽ നന്നായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി CPIM എന്ന് പറയുന്നത് വളരെ അപ്രസക്തമാവുകയും ആ ഒരു പാർട്ടി നാശോന്മുഖമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അത് രണ്ടും നമ്മൾ പലതവണ താരതമ്യം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കമ്മിറ്റികളിലും ആ താരതമ്യം വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത് ഓരോ ജില്ല, പത്തനംതിട്ടയായാലും എറണാകുളം ആയാലും കണ്ണൂരായാലും പലതരത്തിൽ പല കാര്യങ്ങളിലാണ് വിമർശനം എങ്കിൽ പോലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാൻഡേറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി അഹങ്കാരം കൂടുകയാണ്, സംസാര ശൈലി മാറുകയാണ്, മര്യാദ മറക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത് ജനം കൊടുത്ത തിരിച്ചടി എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ ഉള്ള എല്ലാവരും തിരിച്ചറിയുകയാണ്, കിട്ടിയത് തിരിച്ചടിയാണ്. UDF ഒരു നേട്ടമുണ്ടാക്കി പോയി എന്ന് കരുതി 2019 പോലെ ചിരിച്ചു തള്ളാൻ കഴിയില്ല എന്നുള്ളത് അണികൾ മുതൽ നേതാക്കൾ വരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. പാർട്ടി നേതാക്കളുടെ വാവിട്ട വാക്കുകൾ, അതിനൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരും എന്നൊരു തെറ്റിദ്ധരുത്തൽ രേഖയുണ്ടായിരുന്നു. ആ രേഖ ഇപ്പോൾ എവിടെ പോയി? വെള്ളത്തിലാണോ ആ രേഖ വരച്ചത് എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. കാരണം എവിടെയാണ് നിയന്ത്രണം? ഓരോ നേതാക്കളും എന്തൊക്കെയാണ് പറയുന്നത്? EP ജയരാജന് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരം എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ പോലും കഴിയുകയാണ്. അതിനെതിരെ കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നതോ നടപടിയിലേക്ക് കടക്കുന്നതോ സംഭവിക്കുന്നില്ല എന്നുള്ളതും പല നേതാക്കളെയും അതൃപ്തരാക്കുന്നുണ്ട്. അതിലെ അതൃപ്തി അവർ പരസ്യമായി പാർട്ടി യോഗങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ EP ജയരാജന്റെ മാത്രമല്ല AK ബാലനെയും വിമർശിക്കുന്നുണ്ട്. എറണാകുളം കമ്മിറ്റിയിലൊക്കെ AK ബാലനെയും വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ മൈക്കൊന്ന് കൂവിയതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നുള്ളത് നമ്മളും ചർച്ച ചെയ്തതാണല്ലോ. അത് പാർട്ടിയും ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്ക് നമ്മൾ അരിശം വന്ന് പോയി എവിടം വരെ അരിശം വരാം എന്നുള്ളത് മൈക്ക് വരെ എന്നതാക്കി പഴഞ്ചൊല്ലൊക്കെ തിരുത്തേണ്ട സാഹചര്യമാണ്. അപ്പോൾ ആ അരിശം മുഴുവൻ മൈക്കിനോട് വരെ തീർക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് കേരളം ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ജനം ചോദിച്ചു തുടങ്ങിയെന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ശൈലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി മൊത്തത്തിൽ തവിടുപൊടിയാകും എന്നുള്ളത് അംഗങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ ആ തിരിച്ചറിവുണ്ടായിട്ടും കാര്യമില്ല. ജനത്തിന് ഏറെക്കുറെ ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട്. പാർട്ടിയെ ഉപയോഗിച്ച് ചിലർ തെറ്റായ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നയാളാണ്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട്, സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞതാണ്, പല നേതാക്കളോടും രേഖാമൂലവും അല്ലാതെയും ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നത് മനു തോമസ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന SFIയിലൂടെ വന്ന് സംഘടനയിൽ അങ്ങനെ പടിപടിയായി വളർന്നു വന്ന ഒരു നേതാവാണ്. അതൊക്കെ മനുവിൻ്റെതൊക്കെ ആത്മാർത്ഥമായ വാക്കുകളാണ്. ആ പ്രതികരണം നമ്മൾ കാണുമ്പോൾ സംഘടനയ്ക്കകത്ത് നിന്ന് മനു പറഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ, സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായൊക്കെ ബന്ധമുള്ള ആളുകളെ പറഞ്ഞു വിലക്കാൻ പാർട്ടി തയ്യാറായില്ല? ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. മനു പറഞ്ഞ കാര്യങ്ങൾ അത് മാത്രം ഒന്നെടുത്ത് മാറ്റിവെച്ച് നോക്കൂ. കണ്ണൂരിൽ ആ രീതിയിൽ ഒരു ചർച്ചയിലേക്ക് എപ്പോഴും മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളെ പഴിപറയുകയാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ഈ യഥാർത്ഥ കുറ്റക്കാരിലേക്ക് ഒരിക്കലും ഒരു വാചകം കൊണ്ടുപോലും പോകാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗങ്ങളൊക്കെ നമ്മൾ കണ്ണൂരിലെ നേതാക്കളിൽ നിന്ന്, കണ്ണൂരിലെ നേതാക്കളാണല്ലോ CPIM ഭരിക്കുന്നത്, അപ്പോൾ കണ്ണൂർ നേതാക്കൾ തിരുത്തണം. കണ്ണൂർ നേതാക്കളുടെ ശൈലി മാറണം. എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷയുള്ളൂ. ഈ പാർട്ടിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മതി. രക്ഷപ്പെടണം എന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, മറ്റു ബന്ധങ്ങൾ, അതൊക്കെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം എന്നുള്ളത് ഒരു അമ്പായിട്ടൊന്നും എടുക്കേണ്ട, ഒരു കറക്റ്റീവ് മെഷർ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ വന്ന് പറഞ്ഞതായി കരുതിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്നു വന്നത് വീണ വിജയനാണ്. മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പാലിച്ച മൗനം
അത് പാർട്ടി ഘടകങ്ങൾ എല്ലാവരും കൂടി 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, ആ കരാർ എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് അതേപടി വിഴുങ്ങാൻ ജനം തയ്യാറായില്ല എന്നത് ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ജില്ലാ യോഗങ്ങളിൽ നേതാക്കൾ പറയുന്നത്, മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ട് പിണറായി വിജയൻ കാണിച്ചില്ല? ജനങ്ങളല്ല, പാർട്ടിയിലുള്ളവരാണ് ചോദിക്കുന്നത്. അപ്പോൾ ജനത്തിനും അതേ ചോദ്യമുണ്ടായിരുന്നു. അതവർ അവരുടെ വോട്ടിലൂടെ മറുപടി കൊടുത്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈ മകൾക്കെതിരായ ആരോപണങ്ങളായിരുന്നു. വിശ്വസനീയമായ ഒരു മറുപടി സമൂഹ മാധ്യമങ്ങളിലൂടെയോ വാർത്താ സമ്മേളനങ്ങളിലൂടെയോ ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായില്ല. ആ തയ്യാറാകാത്തതിന്റെ ഒറ്റ വാക്കാണ് ധാർഷ്ട്യം. എനിക്കെന്തുമാകാം, ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജനത്തിന് ഇതു മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശൈലി ജനം നിരാകരിച്ചു. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് കൂറിലോസ് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഉടനെ വിവരദോഷിയാക്കുകയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ വിവരദോഷി എന്ന് പറഞ്ഞാൽ വിവരം അറിയുമെന്ന് ഇതേ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് അത് അവിടെ പറയില്ല. പത്തനംതിട്ടയിൽ ഉയർന്ന ഒരു വിമർശനം, 30,000-ലധികം പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകളാണ് ചോർന്നു പോയത്, അത് ഒലിച്ചു പോയത് വെറുതെ അല്ല എന്ന് കൃത്യമായി ആ ഘടകത്തിനറിയാം. അതായത് 2ാം മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ള എറണാകുളം മുതൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ വന്ന പൊതുവായ വിമർശനം അത് പാർട്ടി ഉൾക്കൊള്ളണം. അതൊരു കൂരമ്പെന്നല്ല, സ്വയം വിമർശനമാണ്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിമർശനമാണ്. MV ഗോവിന്ദൻ അടക്കമുള്ളവർ ശൈലി മാറ്റണം. MV ഗോവിന്ദൻ എന്താ ചെയ്യുന്നത്? MV ഗോവിന്ദൻ പാർട്ടി കമ്മിറ്റിയിൽ പഠിപ്പിക്കുന്ന, അതായത് തത്വാധിഷ്ഠിത മൂല്യാധിഷ്ഠിത പ്രത്യയശാസ്ത്രം കൃത്യമായി പഠിപ്പിക്കുന്ന നല്ല നേതാവാണ് MV ഗോവിന്ദൻ, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ശൈലി അതല്ല വേണ്ടത് എന്ന് അണികളും നേതാക്കളും ഒക്കെ പറയുമ്പോൾ ആ ശൈലി മാറ്റാൻ MV ഗോവിന്ദൻ മാസ്റ്ററും തയ്യാറാകണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തെ അതിനെ ജീവൻ രക്ഷാപ്രവർത്തനം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു ടെർമിനോളജി പ്രയോഗിച്ചത് തന്നെ ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയിട്ടുണ്ട്. അതായത് അതിക്രമം നടന്നാൽ തല തല്ലിപ്പൊട്ടിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെതാണെങ്കിലും തല്ലിപ്പൊട്ടിച്ചവനാണ് അക്രമി, അല്ലാതെ തല്ലുകൊണ്ട് താഴെ കിടന്നവനല്ല. തല്ലുകൊണ്ട് താഴെ കിടന്നവനെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് ചാടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ തല്ലിയവനെ ജീവൻ രക്ഷാപ്രവർത്തകനാക്കിയ പിണറായി ശൈലി ശരിയായില്ല. അത് ജനം പറയുന്നു, പാർട്ടി അംഗങ്ങൾ പറയുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മര്യാദ വേണം എന്ന് ജനവും പാർട്ടിയും പറയുകയാണ്. അതുണ്ടെങ്കിൽ പാർട്ടിക്ക് നല്ലത്. Meet the editors.